മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഒരു പുതിയ ദിനം കൂടി നമ്മുടെ ആയുസ്സിലോട് ചേർത്ത് തരികയാണ്. ദൈവത്തിൻ്റെ നിസ്സീമമായ ഈ കാരുണ്യത്തെ, സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ഈ പ്രഭാതത്തിൽ ദൈവമായ കർത്താവിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഓരോ ദിനവും നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷയാണ്, കരുതലാണ് വെളിപ്പെടുത്തുന്നത്. നമ്മിൽ നിന്ന് ദൈവം ഏറെ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ആയുസ്സിലേക്ക് ദൈവം ഒരു ദിനം കൂടി ചേർത്ത് തരിക. ദൈവസന്നിധിയിൽ നമ്മെ ഓരോരുത്തരെയും ദൈവം ഏറെ കടപ്പെട്ടവരാക്കി മാറ്റുകയാണ്, ഒരു ദിനം കൂടി നമുക്ക് ദാനമായി നൽകിക്കൊണ്ട്. ദൈവത്തിൻ്റെ ഈ തിരുഹിതത്തെ തിരിച്ചറിഞ്ഞ് ഈ ദിനം മുഴുവൻ ആ ദൈവ ഇഷ്ടത്തോട് ചേർന്ന് ജീവിക്കാൻ, ദൈവത്തിൻ്റെ തിരുഹിത വഴികളിലൂടെ നടക്കുവാൻ കർത്താവെ കൃപ നൽകണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമാണ് ഈ പ്രഭാത വിരുന്ന് ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. തീർച്ചയായും അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനകളാണ് ഈ ശുശ്രൂഷ ഓരോ പ്രഭാതത്തിൽ വലിയ അനുഗ്രഹമായി, വലിയ അഭിഷേകമായി മാറുവാൻ ശക്തിപ്പെടുത്തുന്നത്. അമ്മയുടെ വിമല ഹൃദയത്തോട് ലോകമെമ്പാടും ടി വി സ്ക്രീനിൻ്റെ മുമ്പിലായിരുന്നു വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആയിരങ്ങളെ നമുക്ക് സമർപ്പിക്കാം. രാവും പകലും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ പ്രേക്ഷിത മക്കളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. നമുക്കൊന്ന് ചേർന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗീയമായ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനം ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനങ്ങൾ കേൾക്കുവാനും ഗ്രഹിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വചനം കേൾക്കുവാനും ദൈവിക സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാനും നമ്മെ കഴിവുള്ളവരാക്കുന്നത്. നാം ഇപ്പോൾ ശ്രവിക്കാൻ പോകുന്ന തിരുവചനങ്ങളെ ഏകാഗ്രതയോടെ ശ്രദ്ധയോടെ കേട്ട് വിശ്വാസത്തോടെ വചനത്തിന് പ്രത്യുത്തരം നൽകുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഈ നിമിഷങ്ങളിൽ നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓ പ്രിയ പരിശുദ്ധാത്മാവ്, ഈ നിമിഷം ഞങ്ങൾ കേൾക്കാൻ പോകുന്ന തിരുവചനങ്ങളെ ഗ്രഹിക്കുവാനും വിശ്വാസത്തോടെ ആ തിരുവചനങ്ങൾക്ക് പ്രത്യുത്തരം നൽകുവാനും അവിടുന്ന് ഞങ്ങൾ ഓരോരുത്തരെയും കൃപയാൽ അഭിഷേകത്താൽ നിറയ്ക്കണമേ. അങ്ങേ ദിവ്യദാനങ്ങൾ കൊണ്ട് പരിശുദ്ധാത്മാവെ അവിടുന്ന് ഞങ്ങളെ സമ്പന്നരാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബങ്ങളെ പ്രത്യേകം നമുക്ക് പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കാം. നമുക്കറിയാം, ഈ അടുത്ത ദിനങ്ങളിലൊക്കെ എത്രയോ വ്യക്തികളാണ് കൊലപാതകങ്ങളിലും അതുപോലെ അപകടങ്ങളിലൊക്കെ പെട്ട് അപ്രതീക്ഷിതമായ മരണം മൂലം വേർപെട്ടു പോകുന്നത്. തീർച്ചയായും അവരുടെ കുടുംബങ്ങൾ, അവരുടെ പ്രിയപ്പെട്ടവർ എത്രയധികമായി ഭാരപ്പെടുന്നുണ്ട്. അങ്ങനെ വേദനിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും
കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ദിനം പ്രത്യേകമാമിത് നമുക്ക് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ദിനം കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമായി നൽകുന്നത്. പ്രാർത്ഥനയോടെ ഏകാഗ്രതയോടെ നമുക്ക് തിരുവചനങ്ങൾക്കായി കാതോർക്കാം. യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു, കർത്താവേ, എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, അവരനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു. യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും. രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. യേശു ശതാധിപനോട് പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു. യേശുവിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ നിന്ന് ശതാധിപൻ്റെ ജീവിത അനുഭവത്തിലൂടെയാണ് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെയും വിശുദ്ധ ലൂക്കായുടെയും സുവിശേഷങ്ങളിൽ ഒരുപോലെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ് ശതാധിപൻ്റെ ഭൃത്യനെ ഈശോ സുഖപ്പെടുത്തുന്ന ഈ മനോഹരമായ വചനഭാഗം. ശതാധിപൻ കർത്താവിനെ സമീപിച്ച് ചോദിക്കുകയാണ്, കർത്താവെ, എൻ്റെ ഭൃത്യൻ തളർവാദം മൂലം കഠിനമായ വേദന അനുഭവിക്കുന്നു, നീ അവനെ സുഖപ്പെടുത്തണം. ഇത് കേട്ട മാത്രമേ കർത്താവ് അവനോട് പറയുകയാണ്, ശരി, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വന്ന് അവനെ സുഖപ്പെടുത്താം. പ്രിയമുള്ളവരെ, നമ്മളാണെങ്കിൽ എത്ര സന്തോഷത്തോടെ കർത്താവിനെ സ്വീകരിച്ച് ഭവനത്തിലേക്ക് സ്വീകരിച്ച് സൽക്കരിച്ച് എല്ലാം എത്ര സന്തോഷത്തോടെ ആയിരിക്കും കർത്താവിനെ സ്വീകരിക്കുക. എന്നാൽ ഈ ശതാധിപൻ കർത്താവിനോട് പറയുന്ന വാക്കുകൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന, ഒരുപക്ഷെ നമ്മെ നെറ്റിയുളിക്കാൻ പ്രേരിപ്പിക്കുന്ന വാക്കുകളാണ്. ശതാധിപൻ കർത്താവിനോട് പറയുകയാണ്, കർത്താവെ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ ഒരിക്കലും യോഗ്യനല്ല. നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭവനത്തിലായിരിക്കുന്ന ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. ഈ ശതാധിപൻ തന്നെ വലിയൊരു അത്ഭുതമാണ്. യേശുവിൻ്റെ കാലഘട്ടത്തിൽ പാലസ്തീന റോമാക്കാരുടെ ഒരു കോളനിയായിരുന്നു. റോമാക്കാരാണ് അവിടെ ഭരിച്ചിരുന്നത്. അതുകൊണ്ട് പാലസ്തീന പ്രദേശത്ത് മുഴുവൻ ഇടയ്ക്കിടയ്ക്ക് പട്ടാള ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. ആ പട്ടാളക്കാരിലൂടെയാണ് റോമാക്കാർ പാലസ്തീനയിൽ ഭരണം നടത്തിയിരുന്നത്. അങ്ങനെ ശതാധിപൻ എന്ന് പറഞ്ഞാൽ 100 പടയാളികളുടെ അധിപനായ ഒരാൾ, അങ്ങനെയുള്ള ഒരാളാണ്, അധികാരമുള്ളൊരു പട്ടാളക്കാരനാണ് ശതാധിപൻ. പ്രിയമുള്ളവർ, ഇങ്ങനൊരു ശതാധിപൻ വന്നിട്ടാണ് കർത്താവിനോട് ചോദിക്കുക. നമ്മളാരും നമ്മുടെ വീട്ടിൽ ഒരു വേലക്കാരന് രോഗമായാൽ നമ്മളാരും അങ്ങനെ പ്രാർത്ഥന ആരോടും ആവശ്യപ്പെടാറില്ല. നമ്മുടെ വീട്ടിൽ അപ്പന് രോഗം വന്നാൽ നമ്മൾ ധ്യാന കേന്ദ്രങ്ങളിലേക്കൊക്കെ വിളിച്ച് പറയും പ്രാർത്ഥിക്കണം. അമ്മയ്ക്ക് രോഗം വന്നാൽ വിളിച്ചു പറയും, അച്ഛന്മാരോട് സിസ്റ്റേഴ്സിനോട് ശുശ്രൂഷകരോടൊക്കെ പറയും, ദേ രോഗമാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം. മക്കൾക്ക് രോഗം വന്നാൽ നമ്മൾ വിളിച്ചു പറയും പ്രാർത്ഥിക്കണം. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു ജോലിക്കാരന് രോഗം വന്നാൽ, അവൻ്റെ കുടുംബം വേദനിച്ചാൽ നമ്മൾ ആരാണ് മറ്റുള്ളവരോട് പ്രാർത്ഥന ചോദിക്കാറുള്ളത്? ഇതുകൊണ്ട് തന്നെ ശതാധിപൻ ഒരു അത്ഭുതമാണ്. തൻ്റെ ഭൃത്യന് വേണ്ടിയാണ് അവൻ കർത്താവിനെ സമീപിക്കുക, തൻ്റെ വീട്ടിലുള്ള തൻ്റെ പ്രിയപ്പെട്ട മറ്റാർക്കും വേണ്ടിയല്ല.
പ്രിയമുള്ളവരെ, എത്രയോ വലിയ കരുതലാണ് ഒരു അധികാരിയായിരുന്നിട്ടും തൻ്റെ കീഴിലുള്ള ഒരു ഭൃത്യനോട് ആ മനുഷ്യൻ കാണിക്കുന്നത്. സ്നേഹത്തിൻ്റെ ഉദാത്തമായ ഒരു മാതൃകയാണ് ശതാധിപൻ്റെ ഈ വാക്കുകൾ നമുക്ക് വെളിപ്പെടുത്തി തരിക. ഇപ്പോൾ കർത്താവ് അവനോട് വീട്ടിൽ വന്ന് സുഖപ്പെടുത്താമെന്ന് പറയുമ്പോൾ തൻ്റെ അയോഗ്യതയെ കർത്താവിൻ്റെ മുമ്പിലേക്ക് വച്ച് നീട്ടിക്കൊണ്ട് അവൻ പറയുകയാണ്, കർത്താവ്, നീ എൻ്റെ ഭവനത്തിലേക്ക് ഒന്നും വരണ്ട, നീ ഇവിടെ നിന്ന് ഒരു വാക്കുച്ചരിച്ചാൽ മതി. ഞാൻ ഓർക്കുകയാണ്, പലപ്പോഴും നമ്മൾ വിശ്വാസികളായിട്ടുള്ളവർ എന്തൊക്കെയാണ് പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ, വിശ്വാസത്തിന് മുമ്പിൽ എന്തൊക്കെയോ നിഷ്കർഷകളാണ്, നിബന്ധനകളാണ് നമ്മൾ വയ്ക്കുക. നമ്മളൊരു വൈദികനെ കാണുമ്പോൾ പ്രാർത്ഥന ചോദിക്കുമ്പോൾ അച്ഛൻ പറയും പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ അച്ഛനോട് പറയും, അച്ഛൻ അങ്ങനെ പ്രാർത്ഥിച്ചാൽ അച്ഛൻ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണം. ശരി, കൈവച്ച് പ്രാർത്ഥിക്കാം. ഇങ്ങനെ എത്രയോ, അച്ഛൻ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണം. അച്ഛൻ ഇവിടെ നിന്ന് അങ്ങനെ ആശ്രമത്തിലിരുന്ന് ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ശരിയാവില്ല, അച്ഛൻ എന്നാണ് എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വരാൻ പറ്റുക എന്ന് ചോദിക്കുന്നവർ, ഇങ്ങനെ ഓരോരോ പ്രാർത്ഥനയ്ക്ക് നമ്മൾ മനസ്സിൽ കാണുന്ന ഓരോ കാര്യങ്ങളെ വെച്ച് പ്രാർത്ഥന ആവശ്യപ്പെടുന്നവർ ഒക്കെ പെരുകുന്ന ഉള്ളൊരു കാലത്ത് ശതാധിപൻ എത്രയോ വലിയൊരു അത്ഭുതമാണ്. അവൻ പറയാണ്, കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ ഒരിക്കലും വരണ്ട, അങ്ങനെ ഭവനത്തിൽ വരാൻ മാത്രം യോഗ്യത എനിക്കില്ല, അവിടെ നിന്നൊരു വാക്ക് ഉച്ചരിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. ഇത് കേട്ട് കർത്താവ് അത്ഭുതപ്പെടുകയാണ്. പ്രിയമുള്ളവർ, ഈശോ പറയുകയാണ്, ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഇങ്ങനൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അരികിൽ ഒരു ശിഷ്യൻ വന്ന് ഇങ്ങനെ ചോദിച്ചു, അല്ലയോ ഗുരു, എനിക്ക് ദൈവത്തെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഗുരു കണ്ണടച്ചിരുന്ന ഗുരു കണ്ണ് തുറന്ന് തൻ്റെ ശിഷ്യനെ കടാക്ഷിച്ചുകൊണ്ട് അവനോട് പറയുകയാണ്, എന്ന് നിൻ്റെ ഹൃദയം ക്ലാവ് പിടിക്കാത്തതും കലർപ്പില്ലാത്തതുമാകുന്നുവോ, അന്ന് നീ ദൈവത്തെ കാണും. എന്ന് നിൻ്റെ ഹൃദയം ക്ലാവില്ലാത്തതും കലർപ്പില്ലാത്തതുമാകുന്നുവോ, അന്ന് നീ ദൈവത്തെ കാണും. പ്രിയമുള്ളവരെ, ഈ ഗുരുമൊഴികളുടെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ശതാധിപൻ്റെ വിശ്വാസം അത് ക്ലാവില്ലാത്തതും കലർപ്പില്ലാത്തതുമായ ഒരു വിശ്വാസമാണ്. ഇതുകൊണ്ടാണ് ഇവൻ്റെ വിശ്വാസം കണ്ട യേശു അത്ഭുതം കൂറുന്നത്. ഇസ്രായേലിൽ ഒരുവനിൽ പോലും എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരുവനിൽ പോലും ഇങ്ങനൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മൾ യേശുവിൻ്റെ കാലഘട്ടം കൃത്യമായി അതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ വചനം നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവിൻ്റെ കാലഘട്ടത്തിൽ യഹൂദരും വിജാതീയരും തമ്മിൽ വലിയ അകലം, അന്തരം ഉണ്ടായിരുന്നൊരു കാലമാണ്. ഒരു വിജാതീയൻ യഹൂദനോട് സംസാരിക്കുന്നത്, ഒരു യഹൂദൻ വിജാതീയനോട് സംസാരിക്കുന്നത് നിഷിദ്ധം എന്ന് കൽപ്പിച്ചിരുന്നൊരു കാലം. ഇത് ഒന്നുകൂടി മനസ്സിലാവണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൽ കർത്താവ് സമരിയാക്കാരിയോട് വെള്ളം കുടിക്കാൻ ചോദിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. യാക്കോബിൻ്റെ കിണറ്റിൻകരയിൽ വെള്ളം കോരാൻ വന്ന ആ സമരിയാക്കാരിയോട്, വിജാതീയ സ്ത്രീയോട് യേശു ഒരു മാത്രം വെള്ളം കുടിക്കാൻ ചോദിക്കുമ്പോൾ നെറ്റി ചൊളിച്ച് അവൾ പറയുന്നുണ്ട്, ഇതെന്ത് നീ ഒരു യഹൂദനായിരിക്കെ സമരിയാക്കാരി എന്നോട് കുടിക്കാൻ ചോദിക്കുകയോ എന്ന് പറഞ്ഞാൽ, പല യഹൂദനോട് നിനക്ക് ചോദിച്ചാൽ പോരെ, വിജാതിയ എന്നോട് നീ കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? നീ എന്തുകൊണ്ടാണ് നിഷിദ്ധമെന്ന് വിലക്കിയിരിക്കുന്ന കരുതുന്ന കാര്യങ്ങളെ നീ തന്നെ അവഗണിക്കുന്നത് എന്നുകൂടി പരോക്ഷമായൊരു ധ്വനിയിലാണ് അവൾ ചോദിക്കുക. പ്രിയമുള്ളവരെ, ഇതേ പശ്ചാത്തലത്തിൽ വേണം ഒരു വിജാതീയൻ, ഒരു ശതാധിപൻ വന്ന് തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്താൻ കർത്താവിനോട് ആവശ്യപ്പെടുന്നതിനെക്കുറിച്ച് നമ്മൾ കാണുവാനായിട്ട്. കർത്താവ് സന്തോഷത്തോടെ അവന് വാഗ്ദാനം കൊടുത്തതാണ്, ഞാൻ നിൻ്റെ ഭവനത്തിലേക്ക് വരാം. പ്രിയമുള്ളവരെ, പാരമ്പര്യത്തിൻ്റെ, നിയമങ്ങളുടെ, നിക്ഷിപ്തമെന്ന് കരുതുന്ന മതിലുകളെ ഭേദിച്ച് കർത്താവ് രക്ഷ എല്ലാവർക്കും നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ് കർത്താവ് ലോകത്തിൽ സമാരംഭിച്ചത്. വലിയ പ്രതീക്ഷ നൽകുന്ന, ലോകത്തിലെ ജനകോടികൾക്ക് പ്രത്യാശ നൽകുന്ന കർത്താവിൻ്റെ മനോഹരമായ സുവിശേഷ ശുശ്രൂഷയാണ് നമുക്ക് ഈ സംഭവത്തിലൂടെ കാണാനായിട്ട് സാധിക്കുക. പ്രിയമുള്ളവരെ, ലത്തീൻ കുർബാനക്രമത്തിൽ ദിവികാരുണ്യ സ്വീകരണത്തിനു മുമ്പുള്ള ഹൃദയസ്പർശിയായ മനോഹരമായൊരു പ്രാർത്ഥന ഈ ശതാധിപൻ്റെ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ടാണ്. കർത്താവെ, അങ്ങൻ്റെ ഭവനത്തിൽ വരാൻ ഈ ദാസൻ യോഗ്യനല്ല, അവിടുന്ന് ഒരു വാക്കരുൾ ചെയ്താൽ മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും
എത്ര ഹൃദയസ്പർശിയായ മനോഹരമായൊരു പ്രാർത്ഥനയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തോട്, സർവശക്തനായ ദൈവത്തോട് ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊരു വിജാതീയൻ, ഒരു ശതാധിപൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അത് നമ്മളെ അയോഗ്യതകളെ തിരിച്ചറിഞ്ഞ് അംഗീകരിച്ചുകൊണ്ട് വേണം. ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് എന്ന പൂർണ്ണമായ അവബോധത്തോടെ ആയിരിക്കണം. എൻ്റെ ഇല്ലായ്മകൾ, എൻ്റെ കുറവുകളെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സോടെ ആയിരിക്കണം. അപ്പോൾ നിൻ്റെ പ്രാർത്ഥന, നിൻ്റെ വിശ്വാസം ക്ലാവില്ലാത്തതും കലർപ്പില്ലാത്തതുമായി തീരും. നിൻ്റെ പ്രാർത്ഥന ദൈവത്തിനും സ്വർഗത്തിനും ഈശോയ്ക്കും ഏറ്റവും പ്രിയങ്കരമായി തീരും. കർത്താവ് കാലവിളംബം കൂടാതെ നിൻ്റെ പ്രാർത്ഥനകളെ ചെവിചായ്ച്ച് കേൾക്കുന്ന മനോഹരമായ അനുഭവം നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ഉണ്ടാകും. പ്രിയമുള്ളവരെ, ശതാധിപൻ്റെ വിശ്വാസം നമ്മെ ഏറെ വെല്ലുവിളിക്കുന്നുണ്ട്. ശതാധിപൻ്റെ വിശ്വാസം നമുക്ക് വിശ്വാസ ജീവിതത്തിൽ പഠിക്കേണ്ട, മനോഹരമായി ഉൾക്കൊള്ളേണ്ട ഒരു മാതൃകയാണ്. ഈ ശതാധിപനെ പോലെ വിശ്വാസം അത് കലർപ്പില്ലാത്തതായി സ്വന്തമാക്കാൻ കർത്താവെ കൃപ ചൊരിയണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നെയ്യാർന്നങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പിതാവായ ദൈവമേ, അദൃശ്യനായ ആത്മാവായ അങ്ങയെ ഹൃദയം കൊണ്ട് പൂർണ്ണമായി വിശ്വസിക്കുവാനും നിന്നെ പ്രത്യാശ അർപ്പിക്കുവാനും ഈ ശതാധിപനെ പോലെ ഞങ്ങളെയും പിതാവെ അവിടുന്ന് പഠിപ്പിക്കണമേ. കർത്താവായ യേശുവെ, അവിടുന്ന് നിയമങ്ങളുടെയും ചട്ടക്കൂടുകളുടെയും മതിലുകളെ ഭേദിച്ച് അവിടുത്തെ രക്ഷ സകലർക്കുമായി വിളമ്പിക്കൊടുത്ത ദൈവമാണ്. കർത്താവെ, നിൻ്റെ കരുണയെ ഓർത്ത്, നിൻ്റെ കരുതലിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ ഈ ജീവിതത്തിൽ സ്നേഹത്തിന് അതിർവരമ്പുകൾ വയ്ക്കാതെ, പരിധികൾ വയ്ക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, വേദനയിലും രോഗത്തിലും ഭാരങ്ങളിലുമായിരിക്കുന്നവരെ ഈശോ കണ്ടതുപോലെ കാണുവാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുത്തെ കൃപയാൽ, സ്നേഹത്താൽ അവിടെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ദൈവമക്കളുടെ ആ വലിയ സ്വാതന്ത്ര്യത്തിലേക്ക്, നന്മ ചെയ്യുവാൻ ഒന്നും തടസ്സമല്ല എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന, പ്രേരിപ്പിക്കുന്ന ആ സ്നേഹത്തിൻ്റെ നിർബന്ധത്തിലേക്ക് പരിശുദ്ധാത്മാവെ ഞങ്ങൾ ഓരോരുത്തരെയും നയിക്കണമേ, നടത്തണമേ. അമ്മ ദൈവമാതാവേ, അമ്മയുടെ മക്കളായ ഞങ്ങൾ ഓരോരുത്തർക്കും സ്വർഗീയ മാധ്യസ്ഥം നൽകി ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളായി തീരുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. സ്വർഗത്തിലായിരിക്കുന്ന വിശുദ്ധരെ ഞങ്ങളുടെ ജീവിത വഴികളിലെന്നും സുവിശേഷത്തോട്, ദൈവസ്നേഹത്തോട് വിശ്വസ്തരായി ജീവിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ, സ്വർഗീയ സൈന്യങ്ങളെ, ദൂതഗണങ്ങളെ ഞങ്ങളുടെ ജീവിത വഴികളിൽ നിന്നും ഞങ്ങളോടൊപ്പമായിരിക്കണമേ. ഞങ്ങളുടെ യാത്രകളിൽ എപ്പോഴും ഞങ്ങൾക്ക് സംരക്ഷണം, പരിപാലനം നൽകി അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.
തേടി ഞാൻ അലഞ്ഞപ്പോൾ തണൽ മരമായി നീ അരികിൽ വന്നു. തണൽ തേടി ഞാൻ അലഞ്ഞപ്പോൾ തണൽ മരമായി നീ അരികിൽ വന്നു. ദാഹജലത്തിനായി ഞാൻ കരഞ്ഞു. ദാഹജലത്തിനായി ഞാൻ കരഞ്ഞു. ദാഹം തീർക്കാനായി നീ വന്നു. ദാഹം തീർക്കാനായി നീ വന്നു. ജീവശ്വാസം തുടിക്കും മുൻപേ ഈശ്വരനറിഞ്ഞു എൻ മനസ്സ്. സ്വരമിടറി ഞാൻ പാടിയപ്പോൾ സ്നേഹരാഗമായി നീ വന്നു. സ്വരമിടറി ഞാൻ പാടിയപ്പോൾ സ്നേഹരാഗമായി നീ വന്നു. സാന്ത്വനം തേടി ഞാൻ നടന്നപ്പോൾ സാന്ത്വനം തേടി ഞാൻ നടന്നപ്പോൾ സായുജ്യമായി നീ അരികിൽ വന്നു. സായുജ്യമായി നീ അരികിൽ വന്നു. ജീവശ്വാസം തുടിക്കും മുൻപേ ഈശ്വരനറിഞ്ഞു എൻ മനസ്സ്. ഉള്ളം കയ്യിൽ എഴുതി നാമം ഉരുവാകും മുൻപേ ഉരുവാകും മുൻപേ ജീവശ്വാസം തുടിക്കും മുൻപേ ഈശ്വരനറിഞ്ഞു എൻ മനസ്സ്. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലോകമെമ്പാടും ടി വി സ്ക്രീനിൻ്റെ മുമ്പിലായിരുന്ന വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനേകായിരങ്ങളോട് ചേർന്ന് നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ നിയോഗങ്ങളെ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും വേദനകളിലായിരിക്കുന്ന അനേകായിരം മക്കളുണ്ട്. അവരോരോരുത്തരെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ചേർന്ന് സമർപ്പിച്ചുകൊണ്ട് ദൈവമേ അവരുടെ മേൽ കരുണ ചൊരിയണമേ എന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. കത്തോലിക്ക തിരുസഭയോടും സഭയെ നയിക്കുന്ന പരിശുദ്ധ പാപ്പയോടും കർദിനാൾമാരോടും മെത്രാന്മാരോടും വൈദികരോടും വിശ്വാസി സമൂഹങ്ങളോടും ചേർന്ന് ഒരു മനമായി ഒരു ഹൃദയത്തോടെ നമ്മുടെ പ്രാർത്ഥനകളെ നല്ല ദൈവത്തിൻ്റെ പക്കലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ട് ഈ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടിവിയുടെ ഈ പ്രഭാത വരുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന വിലയേറിയ പ്രാർത്ഥനകൾക്ക്, പ്രോത്സാഹനങ്ങൾക്ക് യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളാണ് ഈ ശുശ്രൂഷ ഓരോ പ്രഭാതത്തിലും അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തുന്നത്. ഇനി തുടർന്നും നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിലും ചൊല്ലുന്ന നൊവേനകളിലും ജപമാല പ്രാർത്ഥനകളിലുമൊക്കെ ഈ ശുശ്രൂഷ ഓർക്കണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും മരിയൻ കൂടാരങ്ങൾ പ്രേക്ഷിത നമുക്ക് രാവകൽ നിങ്ങൾ ഓരോരുത്തരുടെ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നല്ലവനായ ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ ഇടപെട്ട് തൻ്റെ കരുതലും മഹത്വവും നിങ്ങൾക്കായി വെളിപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളേവർക്കും നല്ലൊരു ദിനം നേരുന്നു. ആമേൻ.